ഹലോ. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. റെസിനായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് റെസിൻ്റെ ബോട്ടിൽ. ഇതിൻ്റെ മുകളിൽ പാർട്ട് എ എന്ന് എഴുതിയിട്ടുണ്ട്. പാർട്ട് ബി ഉണ്ട്. പാർട്ട് ബി എന്ന് പറയുന്നത് ഹാർഡ്നറാണ്. പിന്നെ ഇതിൻ്റെ പുറകിലായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വായിച്ച് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ മിസ്റ്റേക്സ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ പ്രൈസും കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിന് വരുന്നത് 340 രൂപയാണ്. ഇത് HS എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ റെസിനാണ് കേട്ടോ. പിന്നെ വരുന്നത് ഹാർഡ്നറാണ്. ഈ ഒരു ചെറിയ ബോട്ടിൽ വരുന്നതാണ് ഹാർഡ്നർ എന്ന് പറയുന്നത്. ഇതിൻ്റെ പുറകിലും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ബബിൾ റിലീസ് ആണിത്. പിന്നെ നമ്മൾ അല്ലാതെ തന്നെ ഐസോപ്രോപ്പൈൽ ആൽക്കഹോളൊക്കെ ബബിൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 315 രൂപയാണ് കേട്ടോ. സെയിം ഈ ഒരു ബ്രാൻഡിൻ്റെ തന്നെയാണിത്. ഈ ഒരു 2 ബോട്ടിലും ഒരുമിച്ചാണ് നമുക്ക് കിട്ടുക. പിന്നെ നമ്മൾ ഈ ഒരു 2 കപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെഷറിംഗ് കപ്പാണ്. ഇതിൽ ml ആണ് കൊടുത്തത്. 10 ml 20 ml അങ്ങനെ. പിന്നെ ഒരു നോർമൽ കപ്പ് ആട്ടോ യൂസ് ചെയ്തത്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന മോൾഡ്. ഇതിൽ പല ഷേപ്പ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ചെയിനായിട്ടൊക്കെയുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ എപ്പോഴും ചെയ്യുന്ന സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ റൂമിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ ജനാലയൊക്കെ എപ്പോഴും ഓപ്പൺ ആക്കിയിട്ടാണ് നോക്കുന്നത് കേട്ടോ. ഇനി ഞാൻ ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കുവാണ്. ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സെല്ലോ ടാപ്പാണ്. നമുക്ക് വേണമെങ്കിൽ സോപ്പ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ആക്കി എടുക്കുകയും ചെയ്യാം. പിന്നെ ഗ്ലൗസും മാസ്കും ഉപയോഗിക്കാൻ മറക്കരുത്. കൈയിൻ്റെ മുകളിലൊക്കെ റെസിൻ ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാർംഫുൾ ആണ്. ഇനി നമ്മൾ ഈ ഒരു റെസിനെ മെഷർ ചെയ്തിട്ട് എടുക്കാൻ പോവാണ്. ഇപ്പോൾ ഈ ഒരു റെസിൻ്റെ മുകളിൽ 3:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഒരു 30 മില്ലി റെസിൻ എടുക്കുകയാണെങ്കിൽ ഒരു 10 മില്ലി ഹാർഡ്നർ എടുക്കണം. അങ്ങനെയാണ് ആ ഒരു റേഷ്യോ വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ 30 മില്ലി റെസിൻ ആദ്യം എടുക്കാൻ പോവാണ്. ഇപ്പം ഇതാ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. എൻ്റെ കൈയിൻ്റെ മുകളിൽ ഗ്ലൗസിൻ്റെ മുകളിൽ റെസിൻ ആയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് കേട്ടോ ഗ്ലൗസ് എന്തായാലും യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ റെസിന് ആ ഒരു മെഷർമെൻറ്റ് കപ്പിലേക്ക് ഒഴിക്കാൻ പോവാണ്. നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ചെരിച്ച് ഒഴിക്കുകയാണെങ്കിൽ ബബിൾസ് ഉണ്ടാവാൻ ചാൻസ് കുറവായിരിക്കും കേട്ടോ. നമ്മൾ പൊക്കി ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് ബബിൾസ് ഉണ്ടാകും. അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു 30 മില്ലി റെസിന് എടുത്തിട്ടുണ്ട്. അതിനി മറ്റേ കപ്പിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്. അതേപോലെ തന്നെ ഹാർഡ്നറും ഒരു 10 ml എടുക്കുക കേട്ടോ. ഇനി ഈ ഒഴിച്ചു വെച്ചേക്കുന്ന ഈ ഒരു ഹാർഡ്നറും കൂടെ ആ ഒരു റെസിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ ഒരു റെസിനിലേക്ക് ഹാർഡ്നർ ഒഴിക്കുന്ന സമയത്ത് ഒരു വെളിച്ചെണ്ണയിലേക്ക് പച്ചവെള്ളം ഒഴിക്കുന്ന ആ ഒരു ടെക്സ്ചർ ആട്ടോ കാണാനായിട്ട്. പിന്നെ ഇപ്പോൾ കാണാൻ പറ്റിയ ഒരു മിൽക്കി അങ്ങനത്തെ ഒരു ടെക്സ്ചർ ആയിട്ടാണ് കാണാൻ പറ്റുക. അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് മെല്ലെ മിക്സ് ചെയ്യണം കേട്ടോ. സ്പീഡിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് അതിൽ ബബിൾസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മെല്ലെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് ഭയങ്കര ക്ലിയർ ആയിട്ട് വരും. പച്ചവെള്ളം പോലെ ആ ഒരു ഫോർമാറ്റിലേക്ക് മാറി വരും കേട്ടോ. അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പൊ ദാ ഇതൊരു 5-10 മിനിറ്റിന് ശേഷം നല്ലൊരു പച്ചവെള്ളം പോലെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ബബിൾസ് ഒക്കെ മാക്സിമം ഇല്ലാതെയാണ് നമുക്ക് കിട്ടിയത്. പിന്നെ ഇത് ഓട്ടോ ബബിൾ റിലീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചുമ്മാ ഒരു 10 മിനിറ്റും കൂടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ബബിൾസും കൂടെ ഒഴിവായി കിട്ടും.
അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു കളർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ആർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതേപോലെ എൻ്റെ അടുത്ത് വേറെയും കുറച്ച് കളേഴ്സ് ഉണ്ട്. ഇനി ഈ മിക്സ് ചെയ്ത് വെച്ച റെസിൻ കുറച്ച് മാത്രം എടുത്തിട്ട് അതിൽ വൈറ്റ് കളർ ആഡ് ചെയ്യാം കേട്ടോ. ബേസായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് കളറാണ് എടുക്കുന്നത്. ഇനി ഈ ഒരു ഓവൽ ഷേപ്പ് പോലത്തെ ഈ ഒരു ഷേപ്പിലേക്ക് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു ബേസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഹാർട്ട് ഷേപ്പിൽ ഞാൻ ചുമ്മാ ഒരു റോ ഫ്ലവർ വെച്ചതാണ് കേട്ടോ. പക്ഷെ അത് സെറ്റ് ആകുന്നതിന് മുന്നേ ആയിരുന്നു ഞാൻ വെച്ചത്. അതുകൊണ്ട് പിന്നെ അത് ഒഴിവാക്കി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ മെയിനായിട്ട് എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന ഒരു ഐഡിയ ഈ ഒരു ഹെയർ ഫോളിക്കിൾ വെച്ചിട്ട് ചെയ്യുന്നതായിരുന്നു കേട്ടോ. അത് ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റ് ഇതിൽ ഫ്ലോപ്പായിപ്പോയി. രണ്ടാമത് പിന്നെയും ട്രൈ ചെയ്യാണ്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ ഇത് റെസിനായിട്ട് ചെയ്യുന്നത്. ഈ ഒരു ലീവ്സൊക്കെ തന്നെ ഞാൻ റോ ആയിട്ടാണ് വെച്ച്. റോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്കിൽ വെച്ചിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷമാണ് യൂസ് ചെയ്തത്. പക്ഷേ ശരിക്കും അത് സിലിക്കാ ജെല്ലിൽ ഇട്ടിട്ടാണ് അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് മുന്നേ എടുത്തതാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു ഗ്രീൻ കളറൊക്കെ മാറിയിട്ട് ഒരു യെല്ലോ കളറിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. സിലിക്കാ ജെല്ലിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ കളർ ഡിഫറൻസ് വരില്ല എന്ന് വിചാരിക്കുന്നു, അറിയില്ല. അത് നെക്സ്റ്റ് ഇനി ട്രൈ ചെയ്ത് നോക്കണം. ഇത് സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഫസ്റ്റ് പോർഷൻ റെസിൻ ഒഴിച്ച് അത് ജസ്റ്റ് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ഹെയർ ഫോളിക്കിൾസ് ഒക്കെ വെച്ചു. പിന്നെ അതും കുറച്ച് ഡ്രൈ ആയതിന് ശേഷം ഏറ്റവും മേലെ കോട്ടിങ്ങായിട്ട് കുറച്ചുകൂടെ റെസിൻ കൊടുത്ത് പിറ്റേ ദിവസം വരെ വെയിറ്റ് ചെയ്ത് എന്നിട്ടാണ് കേട്ടോ ഫുള്ളായിട്ട് ഡ്രൈ ആയത്. അപ്പം ഞാൻ എല്ലാം എടുത്ത് മാറ്റുകയാണ്. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് റെസിൻ ഇങ്ങനെ പുറത്തേക്ക് കിടക്കുന്നുണ്ട്. അത് സാൻഡ് പേപ്പറൊക്കെ വെച്ചിട്ട് നമുക്ക് ഷേപ്പാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.